Hi guys, welcome back to my channel. എനിക്കറിയാം ഞാൻ കുറേ ലേറ്റായി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. എൻ്റെ പേരൻസ് നാട്ടിലേക്ക് പോയിട്ട് ഓൾമോസ്റ്റ് 3 weeks ആയി. എനിക്ക് റൊട്ടീനിലേക്ക് വരാൻ ഇത്രയും ദിവസം എടുത്തു. സോ നൗ ഐം ബാക്ക് ഓൺ ട്രാക്ക്. അപ്പോൾ നമുക്ക് ഇനി വൈകാതെ നിങ്ങൾക്കെല്ലാം വീക്കിലും വീഡിയോസ് വരും. So today I'm taking you with me to Nantiang Temple here in Wollongong. ഏകദേശം ഞങ്ങൾക്ക് 1.5 hours ട്രാവൽ ഉണ്ടായിരുന്നു. വിഹാൻ്റെ ഒപ്പം ഞങ്ങളുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പാണ്. അങ്ങ് ദൂരെ കാണുന്നത് സീ ആണ്. ഞങ്ങൾ ട്രാവൽ ചെയ്ത റൂട്ട് ഫുൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ വിഹാൻ്റെ മാത്രം ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. This temple is actually one of largest Buddhist temple in southern hemisphere. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഇതായിരുന്നേ. ഞങ്ങൾ വന്ന റൂട്ടിൽ കണ്ടപ്പോൾ അത്ര വണ്ടികളൊന്നും കണ്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല, വീക്കെൻഡ് ആയാലും അത്ര ഒന്നും ഉണ്ടാവില്ല എന്ന്. പിന്നെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ 3 floors ഫുള്ളി കാർ പാർക്ക്ഡ് ആയിരുന്നു. ഞങ്ങൾ തന്നെ ഒരു 3 വട്ടം കറങ്ങിയിട്ടാണ് ഞങ്ങൾക്കൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്തത്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് കണ്ട സ്ഥലം ഇതായിരുന്നു. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്നറിയാം ആ സ്ഥലം കാണാൻ. അപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പോയി നിൽക്കൂ, നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചും അവർ രണ്ടാളും ഫ്രണ്ടിൽ നടക്കാൻ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു. ഞങ്ങളിവിടെ വന്നത് ഒരു വീക്കെൻഡിനായിരുന്നു. അതാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു പീസ്ഫുള്ളായ ഒരു മൈൻഡായിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഇങ്ങനത്തെ ആർക്കിടെക്ചർ, ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് തോന്നി. നിങ്ങൾക്ക് ഈ സ്റ്റാച്യൂയുടെ പേര് എന്താണെന്നറിയോ? ഇതിൻ്റെ പേരാണ് ഫൂഡോഗ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ചൈനീസ് ഗാർഡിയൻ ലയൺ ഓർ ഷിഷി. ഈ ഫൂഡോഗ് നമുക്ക് എല്ലാ ടെമ്പിൾ എൻട്രൻസിൽ കാണാം. ആക്ച്വലി അതിൽ 2 പേര് ഉണ്ടാവും, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും. ടെമ്പിളിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അപ്പോൾ അവിടെ എടുത്തില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു വന്നപ്പോൾ ആ ബുദ്ധനെ കണ്ടു, ലാഫിംഗ് ബുദ്ധ. പിന്നെ അവിടെ നിന്ന് അത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു മെയിൻ ടെമ്പിളിലോട്ട് പോകാൻ ഞങ്ങൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. വിഹാന് ഈ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിഹാനും വിഹാൻ്റെ അച്ഛനും നല്ല എൻജോയ് ചെയ്തിട്ടാണ് നല്ലൊരു വാക്കൊക്കെ എടുത്ത് വന്നുകൊണ്ടുണ്ടായിരുന്നു. ഈ കല്ല് എന്തിനാ നമ്മൾ അടുക്കി വെക്കാന്ന് ആർക്കെങ്കിലും അറിയോ? അറിഞ്ഞവർ പ്ലീസ് കമൻറ്റ് ബില്ലോ. അങ്ങനെ കുറേ നടന്ന് വന്ന് ഞങ്ങൾ ബാക്ക് എൻട്രൻസിലെത്തി. ആ കാണുന്നതാണ് മെയിൻ ഷെറൈൻ ഹാൾ. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ നിങ്ങൾ സ്റ്റാച്ചു? ഈ ഗാർഡൻ ഫുൾ ഇങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് സ്റ്റാച്യൂസ് ആണ്. നിങ്ങൾ എവിടെ കണ്ടാലും ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ സ്റ്റാച്യൂസ് ഉണ്ടാവും. കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മൾ മെയിൻ ഹാളിലോട്ട് എത്താറായി. അവിടെ ആൾക്കാരൊക്കെ അല്ലേ, അതാണ് ഗിഫ്റ്റ് ഷോപ്പ്. ഇതെന്ത് ഹ്യൂജ് ആയിരുന്നു എന്നറിയാം. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി. ആസ് ഐ സെഡ്, നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്തത്തെ ഭാഗമൊക്കെ എടുത്തു. അവിടെയൊക്കെ കാണുന്നില്ലേ നല്ല മലപ്രദേശം, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആൻഡ് എനിക്ക് ഇൻസെൻസ് സ്റ്റിക്ക് കത്തിക്കണം എന്നുണ്ടായിരുന്നു. ഈ ഇൻസെൻസ് ഈസ് യൂസ്ഡ് ആസ് എൻ ഓഫറിങ് ടു ബുദ്ധ. അവരെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ആ സ്മോക്ക് മേളിൽ പോയില്ലേ, അത് വന്നിട്ട് എന്ത് സിംബലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ് ആൻഡ് പ്രേയേഴ്സ് എല്ലാം ദൈവത്തിൻ്റെ അടുത്താണ് പോകുന്നത്. അതല്ലാതെ അവിടെ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഞാനാണ് ഫസ്റ്റ് പ്രേ ചെയ്തത്. അങ്ങനെ നമ്മൾ പ്രേ ചെയ്യുമ്പോൾ 4 സൈഡും 4 ഡയറക്ഷനും കാണിച്ച് പ്രേ ചെയ്യും. അങ്ങനെ ഞാൻ ഓഫറിംഗ് ആയിട്ട് 4 സൈഡും 4 സ്റ്റിക്ക് ഞാൻ വെച്ച് കൊടുത്തു. അവിടെ പ്രേ ചെയ്ത് കഴിഞ്ഞ് താഴത്തെ ഇറങ്ങി വന്നപ്പോൾ
ഒരു ടെമ്പിൾ കൂടി കണ്ടു. അപ്പോൾ അന്ന് അവിടെ നിന്ന് ഒരു പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തെ ഇറങ്ങി. ഞങ്ങൾ ആ ഓപ്പോസിറ്റ് വ്യൂ കാണാൻ വേണ്ടി പോയി. ഇതിലെന്താണ് കാർവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിഞ്ഞാൽ കമൻറ്റ് ബിലോ. അവിടെ നിന്ന് വന്ന ശേഷം ഞങ്ങൾ ഗാർഡൻ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ ഗാർഡനിൽ ഞങ്ങൾ നല്ലൊരു ചെടികളും ബാംബൂസും പിന്നെ ക്യൂട്ടായ ഒരു ബ്രിഡ്ജും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. നല്ല സ്പോട്ടാണ്. ഞാനും നിറയെ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഒരു ഡേ വെൽ സ്പെൻഡ് ആയിരുന്നു അവിടെ പോയത്. ഞാൻ പറഞ്ഞില്ലേ ഭംഗിയുള്ള സ്റ്റാച്യൂസ് എവിടെ കണ്ടാലും ഉണ്ടാവുമെന്ന്. കുറേ നടന്നിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പായി. അപ്പോൾ അവിടെ ഇരിക്കുന്ന കാഫറ്റേരിയയിൽ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. എല്ലാം കണ്ടു, പക്ഷേ ഈ പോണ്ട് കാണാനാണ് വിട്ടുപോയത്. അപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. Thank you so much for spending a day with me. I hope you enjoy this little trip. ഇതുവരെ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ഷെയർ, like and subscribe to my channel so you don't miss the next vlog. Until then, take care, stay mindful and see you next one. Bye.